ജൂൺ ആദ്യം മുതൽ 2-3 തീയതി മുതൽ വ്യാഴം മേടത്തിൻ്റെ 4ലേക്ക് പോവുകയാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ 6 മണിക്കൂർ എന്നിവർക്ക് ഉണ്ടാകാവുന്ന വ്യാഴൻ്റെ പേരിൽ ഉണ്ടാകാവുന്ന സഹായ, അനുഗ്രഹം എന്നിവയെപ്പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. 4-ലെത്തുന്ന ജൂൺ ആദ്യമാണ്. ജൂൺ 2-ാം തീയതി 3-ാം തീയതി ആകുമ്പോൾ അദ്ദേഹം മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് പോകും. കർക്കിടകം അദ്ദേഹത്തിൻ്റെ സ്വന്തം ക്ഷേത്രമാണ്. അദ്ദേഹം ദേവഗുരുവാണ്, വിഷ്ണുവാണ്, ശ്രീകൃഷ്ണനാണ്. അപ്പോൾ അദ്ദേഹത്തിലാണ് എല്ലാം ചെന്ന് ചേരുന്നത്. എല്ലാം വിഷ്ണുവിൽ നിന്നാണ്. വിഷ്ണുവായിട്ടാണ് വ്യാഴനെ കണക്കാക്കുന്നത്. ദേവഗുരുവാണ്. അപ്പോൾ എന്തായാലും ദേവാനാഞ്ച ഋഷീണാഞ്ച ഗുരുകാഞ്ചന സന്നിഭം ദ്വിഭൂതം ത്രിലോകേശം നമാമി ബൃഹസ്പതിം. ബൃഹസ്പതിയാണ് അദ്ദേഹം. ഇത്തരം രീതിയിൽ അദ്ദേഹത്തെ നമുക്ക് വാഴ്ത്തിയേ പറ്റും. ഇത് ജീവിതത്തിലുടനീളം നമുക്ക് നൽകുന്ന സംഭാവനകൾ, അതായത് ശക്തി മുതലായവയാണ് ഇതിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത്, പറയാനുള്ളത്, കേൾക്കാനുള്ളത്. ഇപ്പോൾ 0 മുതൽ 30 ഡിഗ്രി വരെ ഉള്ളതാണ് മേടരാശി. മേടരാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ 6 മണിക്കൂർ ഇതാണ്. ഇതിൻ്റെ 4-ാം ഭാവത്തിലാണ് വ്യാഴം എത്തുന്നത്. ആദ്യമായി 4-ാം ഭാവത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ നക്ഷത്രക്കാർ അവരുടെ അമ്മയുടെ സ്ഥാനം വളരെ ശ്രദ്ധിക്കണം. 4-ാം ഭാവം അതാണ്. നിങ്ങളെ ഗുരുവാണ് അമ്മ. അമ്മയെ വിമർശിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. അമ്മയാണെല്ലാം. അമ്മയെപ്പറ്റി ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആ ശാസ്ത്രജ്ഞൻ, നമ്മുടെ ശാസ്ത്രജ്ഞനും മിസൈൽമാനും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റും ആയിരുന്ന അബ്ദുൽ കലാം സാർ പറഞ്ഞതാണ്. അമ്മയെ വിമർശിക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം അമ്മയാണ് നമ്മുടെ ആദ്യത്തെ ഗുരു. ഗർഭപാത്രത്തിലായിരുന്ന സമയത്തുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കേസ്, വഴക്ക് മുതലായവ ഉണ്ടായാൽ അവസാനത്തെ വിജയം ഈ 3 നക്ഷത്രക്കാർക്കാണ്. പ്രത്യേകിച്ച് അശ്വതിക്കാർ. അശ്വതിക്കാർ ചില രാഷ്ട്രീയങ്ങളുള്ളവരാണ്. പെട്ടെന്നൊന്നും ചാടുകയില്ല. ചാടിയാൽ വിടുകയുമില്ല. അവരെ പാഞ്ഞിരമാണ് അവരുടെ പക്ഷം, കുതിരയാണ് മൃഗം എന്നൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അവർ ആവശ്യമില്ലാതെ ചെന്ന് ഇടപെടുകയില്ല. അവരിടപെട്ടാൽ അത് വിജയം കണ്ടേ പോവുകയുമുള്ളൂ. എന്നാൽ അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നും വർഷങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ എടുത്ത് അത് നിന്നും അപ്രമിക്കാനും അവർ കഴിയും. അത് വ്യാഴനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സർവ്വസഹായങ്ങളും അവർ കിട്ടുന്നതാണ്. കാരണം തീരെ നമ്മൾ താഴോട്ട് വീഴാൻ പോയാൽ വ്യാഴം ദൃഷ്ടി ചെയ്യുന്ന ആളാണ്. ദൃഷ്ടി എന്നത് വളരെ വിശാലമായ ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ 7, 9, 11 ഭാവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കാര്യങ്ങൾ പറയുന്നതെങ്കിലും ഇപ്പോഴത്തെ 4-ാം ഭാവം കുടുംബ ബന്ധങ്ങൾക്ക് ഗുണമുണ്ടാക്കുകയും ഭവന നിർമ്മാണത്തിനും ജോലിക്കും, വിദേശത്തെ ജോലി, സമ്പാദ്യം എന്നിവയ്ക്കെല്ലാം ഈ വ്യാഴം സഹായിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. വക്കീൽ പണി മുതലായവ ശോഭിക്കുന്നവരാണ് ഡോക്ടർ, ജേർണലിസ്റ്റ് എന്നിവരാണ് ഭരണിക്കാർ. അവർക്ക് അവരുടെ സ്വന്തം കാര്യം പോലും മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ചെന്ന് ഇടപെടാൻ താല്പര്യം കാണിക്കുന്നവരാണ്. അവർ പരസഹായം ഇല്ലാത്തവരെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് സഹായവും ചെയ്ത് രക്ഷപ്പെടുന്നവരാണ്. ഭരണി നക്ഷത്രത്തിലുള്ളവർ ഒരു സുരക്ഷയില്ല എന്ന് തോന്നുന്നവരെ സംരക്ഷിക്കാൻ വരെ അവർ മുന്നോട്ട് വരുന്നവരാണ്. അവർ വളരെ നല്ലവരാണ്. അവരുടെ മൃഗം ആനയാണ്. അതിൻ്റെ സ്വഭാവത്തിൻ്റെ എല്ലാ വംശങ്ങളും അവർ കിട്ടിയില്ല എങ്കിലും അവർക്ക് ചില കൈൻഡ്നസ്, സഹാനുഭൂതി ജന്മന ഉള്ളവരാണ്. അവർ ഏത് തരത്തിലും അവരുടെ സുഖസൗകര്യങ്ങൾ പോലും മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്. കുടുംബത്തിലുള്ളവരായാലും മക്കളെ ആയാലും ഒരു സ്ഥാനങ്ങളോട് വലിയ ബഹുമാനമുള്ളവരാണ്. അവരെ ഒരു തരത്തിലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്നതല്ല. അവർ നേതൃത്വത്തിലും ഒക്കെ വന്ന് ചാടാൻ കഴിവുള്ളവരാണ്. ഭരണാധിപന്മാരാകാനും സാഹിത്യകാരന്മാരാകാനും പാട്ടുകാർ, കായിക രംഗങ്ങളിലും ശോഭിക്കാൻ കഴിവുള്ളവരാണ്. അവിടെ ഒരു പ്രശ്നം വന്നാൽ എല്ലാവരുടെ പ്രശ്നത്തിൽ ഇടപെടുമെങ്കിലും സ്വന്തം കാര്യത്തിൽ ചിലപ്പോൾ നിരാശരാകുന്നവരാണ്.
അവരെയും വ്യാഴം ലിഫ്റ്റ് ചെയ്യും. ഗ്രഹം നോക്കുന്നുണ്ടല്ലോ അദ്ദേഹം ഇവരുടെ പറ്റി വിലയിരുത്തുമ്പോൾ ഇങ്ങനെയാണോ, ശരി, അവർക്ക് ശത്രുക്കളെപ്പോലും നേർവഴിക്ക് കൊണ്ടുവന്ന് അവരുടെ സുഹൃത്തുക്കളാക്കി മാറ്റാൻ വ്യാഴന് കഴിയും. ലീഡർഷിപ്പിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും കുടുംബത്തിലുള്ളവരോടും സ്ത്രീകളോടും പുരുഷ സുഹൃത്തുക്കളോടും മണ്ണിനോടും സ്വർണത്തോടും സ്നേഹമുള്ളവരാണ്, ബഹുമാനമുള്ളവരാണ് കാർത്തികക്കാർ. അവരുടെ സ്വന്തം കാര്യത്തിനാണ് അവർ പ്രാധാന്യം നൽകുന്നത്. എങ്കിലും സമ്പാദിക്കാനും ഭാര്യയെ സംരക്ഷിക്കാനും മക്കളെ നോക്കുവാനും സഹോദര സ്നേഹമുള്ളവരും ഒക്കെയാണവർ. എങ്കിലും അവർ ചിലപ്പോൾ ചില കുഴികളിൽ അബദ്ധത്തിൽ ചാടാറുണ്ട്. അവരെ ലിഫ്റ്റ് ചെയ്യാനും വ്യാഴഭഗവാന് കഴിയുന്നതാണ്. ഇവർ ശ്രീകൃഷ്ണന് പുഷ്പാഞ്ജലി, തൃക്കൈവെണ്ണ, അദ്ദേഹത്തിൻ്റെ മറ്റ് പാനകം മുതലായവ ചെയ്ത് കൃഷ്ണപ്രീതി വരുത്തുന്നത് ഇവർക്ക് എന്തു തന്നെയായാലും നല്ലതാണ്. ഇവരുടെ സംഭാഷണ ശൈലി, മറ്റുള്ളവരുടെ വിഷയത്തിൽ ഇടപെടുക, നേതൃത്വത്തിൽ വരിക, അങ്ങനെയുള്ള പല ഗുണഗണങ്ങളും ഈ കാർത്തികക്കാർക്ക് ഉള്ളതാണ്. അറിയപ്പെടുന്ന പല നേതാക്കളും കാർത്തികയാണ്. എവിടെ ജനിച്ചാലും ഏത് സാഹചര്യത്തിൽ ജനിച്ചാലും സ്വന്തം പ്രവൃത്തി കൊണ്ട് ഉയർന്നു കൊള്ളണം, ഉന്നതനാകണം എന്ന് പഠിപ്പിച്ച ആൾ കൂടിയാണ് ശ്രീകൃഷ്ണൻ. ഭഗവത്ഗീതയിൽ അത് വ്യക്തമായി അദ്ദേഹം പറയുന്നു. ഇത്തരത്തിൽ ഈ രാശിക്കാർ ജൂൺ ആദ്യം മുതൽ ഗംഭീര വിജയത്തിലെത്തും. മറ്റുള്ളവരെ സഹായിച്ച് സൽപ്പേരുണ്ടാക്കും. പൂജകളിലും മറ്റും പങ്കെടുക്കണം. വളരെയേറെ ഗുണങ്ങളുണ്ടാകും. എൻ്റെ ജ്യോതിഷാലയം ഹരിക്കരം ക്ഷേത്രത്തിലാണ്. ചാമുണ്ഡി ദേവി അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും കേൾക്കുന്നവർക്കും പറഞ്ഞു കൊടുക്കുന്നവർക്കും ഉണ്ടാകട്ടെ